അമിറ്റി എന്ന ബീച്ച് ടൗണിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന നരഭോജിയായ ഒരു സ്രാവിന്റെ കഥ പറഞ്ഞ സിനിമയാണ് 1975 ഇറങ്ങിയ ജോസ്. സിനിമയിലെ പ്രാക്ടിക്കൽ ഇഫാക്റ്റായി അവരൊരു മെക്കാനിക്കൽ സ്രാവിനെ ഉണ്ടാക്കിയിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങി മെക്കാനിക്കൽ സ്രാവിനെ കടൽ വെള്ളത്തിലിറക്കിയപ്പോൾ അത് വർക്കാവാതെയായി. എല്ലാവരും നല്ല ടെൻഷനായി. സിനിമയുടെ സംവിധായകൻ സ്രാവില്ലാത്ത സീനുകൾ ആദ്യം ഷൂട്ട് ചെയ്തു. എന്നിട്ട് ചില സീനുകളിൽ സ്രാവുണ്ട് എന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ദിവസങ്ങൾ കൂടി വന്നു. അതോടൊപ്പം ബഡ്ജറ്റും കൂടി. ക്ലൈമാക്സ് സീനുകളിൽ മാത്രമായിരുന്നു മെക്കാനിക്കൽ സ്രാവിനെ ഉപയോഗിക്കാൻ സാധിച്ചത്. ഇതോടെ ഈ സംവിധായകന്റെ സിനിമാ ഭാവി തീർന്നെന്ന് പലരും വിധിയെഴുതി. എന്നാൽ സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ കണ്ടവരെയൊക്കെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ജോസ് ഹോളിവുഡിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി. ജോസിന്റെ സംവിധായകനായിരുന്നു സാക്ഷാൽ സ്റ്റീവൻ സ്പിൽബർഗ്.